ഇതൊരു ഡോക്ടർ കപ്പിളാണ്, UK വർക്ക് ചെയ്യുന്ന കപ്പിളാണ്. ബന്ധപ്പെടാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് വന്നതാണ്. ഈ ലേഡിക്ക് ഇതിനകത്ത് PCOS എഴുതിയിട്ടുണ്ട്. ഇത് എല്ലാം ചുരുക്കി പറയുന്നത് കേട്ടോ. PCOSൽ ഈറ്റിംഗ് ഡിസോർഡർ, സ്ലീപ്പിംഗ് ഡിസോർഡർ, ലെത്താർജി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതായത് അവർക്ക് ഉറക്കക്കുറവ്, അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ കേട്ടോ. സ്ലീപ്പും സെക്ഷൽ ഫങ്ഷനും കണക്റ്റഡ്. അതായത് ഹെൽത്തി ആയിട്ടുള്ള ഒരു സെക്ഷൽ റിലേഷൻഷിപ്പും ഓർഗാസം സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഉറക്കം നന്നായിട്ട് കിട്ടും. കാരണം ആ സമയത്ത് ഉണ്ടാവണ ഹോർമോണിൻ്റെ ചേഞ്ചാണ്. അപ്പോൾ ഉറക്കം നന്നായിട്ട് കിട്ടും. വേറൊരു സാധനം, ഉറക്കം ശരിക്കും ഇല്ലെങ്കിൽ ഇപ്പം നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നവർ, വൈകി ഉറങ്ങണവർ, കുറച്ച് ഉറങ്ങണവർ, സോഷ്യൽ മീഡിയ നോക്കിയിട്ട് ഉറങ്ങാത്തവരുണ്ട്, അവർക്ക് സെക്ഷൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാവും. സൈക്ലിക്കലാണ് ഇത്. അതുണ്ടാക്കും. അതായത് കോഴിയാണോ മുട്ടയാണോ ആദ്യം വന്നതെന്ന് വെച്ചാൽ രണ്ടും ഇത് അതിനുണ്ടാക്കും, അത് ഇതിനുണ്ടാക്കും. അപ്പോൾ ഇവരുടെ ട്രീറ്റ്മെൻറ്റിൽ പ്രത്യേകിച്ച് UK എന്ന് വന്ന കപ്പിൾ, അവർക്ക് നമ്മൾ വൈറ്റമിൻ D PCOSന്, കാരണം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. മെലറ്റോണിൻ അവരുടെ ഉറക്കം കറക്റ്റ് ചെയ്യാൻ, പ്രോബയോട്ടിക്സ്, കാരണം അവർക്ക് ഈറ്റിംഗ് ഡിസോർഡർ ഉണ്ട്. അപ്പോൾ ഈറ്റിംഗ് ഡിസോർഡർ എന്ന് പറയുമ്പോൾ നമ്മുടെ കുടലിൽ കുറേ ബാക്ടീരിയ ഉണ്ട്, നല്ല ബാക്ടീരിയ. അത് മോശമാകുമ്പോൾ അത് PCOSനെ ഫീഡ് ചെയ്ത് വണ്ണം വെക്കലും പ്രശ്നമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അനോറെക്സിയ, ബുളീമിയ അങ്ങനെയുള്ള ഇഷ്യൂ ഒക്കെ ഉണ്ട് ഇവർക്ക്. അപ്പോൾ അവർക്ക് പ്രോബയോട്ടിക്സ് ഒക്കെ കൊടുത്തു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഓരോ പേഷ്യൻറ്റിനും, കാര്യം PCOSന് കുറേ ട്രീറ്റ്മെൻറ്റുകൾ ഉണ്ടെങ്കിലും ഓരോരുത്തരും കുറച്ച് ഇൻഡിവിജ്വലൈസ് ചെയ്യണം. ടൈലർ മെയ്ഡ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. ആ വ്യക്തിക്കുള്ള പ്രശ്നങ്ങൾക്ക് സ്പെസിഫിക്കലി കൊടുക്കും. പക്ഷെ വൈറ്റമിൻ D ഒക്കെ നമ്മൾ എല്ലാവർക്കും കൊടുക്കും. പിന്നെ ഇവർക്ക് കപ്പിൾ തെറാപ്പി കൊടുത്തു, കാരണം ഇവർക്ക് കുറച്ച് ഡിസ്കണക്ഷൻ ഉണ്ടായിരുന്നു. ഈ ഡോക്ടേഴ്സ് ആകുമ്പോൾ പ്രോബ്ലം എന്താ വെച്ചാൽ ഫുൾ ടൈം വർക്ക്. പിന്നെ അവർ കല്യാണം കഴിഞ്ഞിട്ട് PG ചെയ്യും. അപ്പോൾ രണ്ടാളും 2 സ്ഥലത്തായിരിക്കും, 2-3 കൊല്ലം മാറിയിരിക്കും. അപ്പോൾ ഇവർക്ക് ഒരു കണക്ഷനും ഇല്ല പലർക്കും. അപ്പോൾ നമ്മൾ കാണുന്ന കുറേ ഡോക്ടർ കപ്പിളിനാണ് സിവിയർ പ്രോബ്ലം, കണക്ഷൻ ഒട്ടും ഇല്ലാത്ത പ്രശ്നങ്ങൾ. അപ്പോൾ അവർക്ക് നമ്മൾ ഇതാണ് ചെയ്തത്. ആദ്യം ഓൺലൈനായിട്ട് കുറച്ച് നാൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അവർ കുറച്ച് നാൾ കഴിഞ്ഞ് ഡയറക്റ്റ്ലി വന്ന് ഫെൻഡൻസ് ടിക്ക് ചെയ്തിട്ടുണ്ട്, SI ടിക്ക് ചെയ്തിട്ടുണ്ട്. SI എന്ന് പറഞ്ഞാൽ സെക്ഷൽ ഇൻ്റർകോഴ്സ് ശരിയായി ടിക്ക് ചെയ്തിട്ടുണ്ട്. കണക്ഷനൊക്കെ വരുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത് കണ്ടിന്യൂ ചെയ്താൽ മതിയായിരുന്നു. ഇത്തിരി കഴിഞ്ഞ് പിന്നെയും അതായത് ജോലി എത്ര തിരക്കുണ്ടെങ്കിലും നമ്മൾക്ക് നമ്മുടെ പങ്കാളിക്ക് ടൈം കൊടുക്കാൻ പറ്റണം.